നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 168 168. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 168 ദ്വിതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിൽ അതിൽ 26-ാമത്തെ ശ്ലോകമാണ് എന്ന് പറയേണ്ടത്. നഭസോധ വികുർവാണാദ ഭൂൽ സ്പർശഗുണോ അനില പരാന്വയാ ശബ്ദവാംശ പ്രാണ ഓജസ്സഹോ ബലം. നഭസോ അധ വികുർവാണാദ ഭൂത് സ്പർശഗുണോ അനില പരാന്വയാത് ശബ്ദവാംശ പ്രാണ ഓജസഹോ ബലം. വികാരത്തെ പ്രാപിച്ചതായ ആകാശത്തിൽ നിന്ന് അനന്തരം സ്പർശമാകുന്ന ഗുണങ്ങളോടുകൂടിയ വായു ഉണ്ടായി. പരത്തോടുള്ള ചേർച്ച ഹേതുവായിട്ട്, ആകാശത്തോടു കൂടിയിട്ടുള്ള ചേർച്ച ഹേതുവായിട്ട് ശബ്ദവും ഉള്ളതാകുന്നു. ഇന്ദ്രിയബലം, മനോബലം, ധാരണാബലം, ശരീരബലമാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പിന്നെ ആകാശത്തിന് വികാരം സംഭവിച്ചപ്പോൾ സ്പർശഗുണമായി സ്വീകരിച്ചിരിക്കുന്ന വായു ഉണ്ടായി. ആകാശം വായുവിന് കാരണമായിരിക്കുകയാൽ ശബ്ദവും വായുവിലുണ്ട്. ഇങ്ങനെ ശബ്ദം, സ്പർശം എന്ന 2 ഗുണങ്ങളുള്ള വായു പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിൻ്റെ ധൈര്യാദി ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ബലത്തിനും കാരണമായിരിക്കുന്നു. മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? സൂര്യൻ്റെ താഴെയുള്ള മനുഷ്യരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു കാലത്ത് സൂര്യൻ്റെ താഴെ സനാതനധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 7 വൻകരകളെ കൂടി ഏകഛത്രാധിപതികളായി ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരും ചക്രവർത്തിമാരും ഈ ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നു. അതാണ് സനാതനധർമ്മത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞത്. ഇത് ഒരു സയൻസാണ്, ഇതൊരു സോഷ്യൽ സ്റ്റഡീസാണ്, ഇതൊരു സൈക്കോളജിയാണ്, ഇതൊരു ഫിലോസഫിയാണ്. എല്ലാം കൂടി ഇത് ഒരു മതഗ്രന്ഥമല്ല, ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ശാസ്ത്രഗ്രന്ഥമാണ്. ഇത് മനസ്സിലാക്കിയാൽ അണ്ടർ ദി സൺ എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷേ ആർക്കും ആരേനെയും സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഭാരതവാസികളുടെ വിനയം, ഭാരതവാസികളുടെ പ്രേമം, ഉത്കടമായ സ്നേഹം, ആദരവ്, അതാണ് ഇന്നും ഭാരതത്തിൻ്റെ കൈമുതലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരും ചെവി തിന്നാൻ വരാൻ പാടില്ല. ഭരണശൈലി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത് പഠിക്കണം. ഓരോ ഭാരതീയനും സ്ട്രോങ് ആയാൽ മതി. അടുത്ത ശ്ലോകം 27. വയോരഭി വികുർവണാത് കാലകർമ്മ സ്വഭാവത ഉദബദ്ധ്യത തേജോ വൈ രൂപവൽ സ്പർശ ശബ്ദവത്. വയോരഭി വികുർവണാത് കാലകർമ്മ സ്വഭാവത ഉദബദ്ധ്യത തേജോ വൈ രൂപവൽ സ്പർശ ശബ്ദവത്. കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ വികാരപ്പെട്ടതായ വായുവിൽ നിന്നും രൂപമുള്ളതും സ്പർശവും ശബ്ദവും ഉള്ളതുമായ തേജസ് ഉത്ഭവിച്ചു. തേജസ്സില്ലാണ്ട് ആരാളുള്ളത് ഈ ലോകത്തിൽ? കാലകർമ്മ സ്വഭാവത്താൽ വികൃതമായ വായുവിൽ നിന്ന് തേജസ്സുണ്ടായി.
അതിനെ അഗ്നി എന്നും പറയും. അതിൻ്റെ സ്വന്തമായ ഗുണം രൂപം. വായുവിൻ്റെ സംബന്ധം നിമിത്തം സ്പർശവും ആകാശത്തോടുള്ള ചേർച്ചയാൽ ശബ്ദവും കൂടി അഗ്നിക്കുണ്ട്. വികൃതമായെന്നു പറയുന്ന സ്ഥലത്തൊക്കെയും അതിന് കാരണം, കാലം, കർമ്മം, സ്വഭാവം എന്ന 3 ശക്തികളാണെന്നറിയണം. രൂപം എന്ന ശബ്ദം ദൃഷ്ടിഗോചരങ്ങളാവയെ കാണിക്കുന്നു. ദൃഷ്ടിഗോചരങ്ങളായവയെ കാണിക്കുന്നു എന്നല്ലാതെ കണ്ട് ദൃക്കിനെ അനുസന്ധാനം ചെയ്യാം, അനുഭവിക്കാം എന്നല്ലാണ്ട് ദൃക്കിനെ കാണാൻ പറ്റില്ല. ഏതൊരുത്തൻ്റെ ഉള്ളിലിരുന്നിട്ട് ഈ ഭൂലോകത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും നിരീക്ഷിക്കുകയും സൂപ്പർ ഡൂപ്പർ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറയുക, സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താണെന്നാ പറയുക, കാർപ്പൻ്ററല്ല, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കണമല്ലോ ഇല്ലേ? അതാരാ? ഹ്യൂമൻ ബീയിങ്സ്. ആ ഹ്യൂമൻ ബീയിങ്സിനെ നിയന്ത്രിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും ആരാ? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യം. ആ ചൈതന്യം കൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ ഒരു ശക്തിവിശേഷം കൊണ്ടും ഇന്നേ വരെ ആ ചൈതന്യത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അത് നിരാകാരാണ്. ഇതാണ് സനാതനധർമ്മം. വേണമെങ്കിൽ പഠിച്ചോളൂ, വേണമെങ്കിൽ വേണ്ട. 28ാമത്തെ ശ്ലോകം. തേജസസ്തു വിഗുരുവനാത് ആസീദംഭോരസാത്മകം രൂപവൽ സ്പർശവശ്ച അംഭോ ഘോഷവശ്ച പരാന്വയാത്. തേജസസ്തു വിഗുർവനാത് ആസീദംഭോരസാത്മകം രൂപവൽ സ്പർശവശ്ച അംഭോ ഘോഷവശ്ച പരാന്വയാത്. വികാരത്തെ അടഞ്ഞതായ തേജസ്സിൽ നിന്ന് രസമാകുന്ന രൂപത്തോടു കൂടിയതും രൂപമുള്ളതും സ്പർശമുള്ളതും ഘോഷമുള്ളതുമായ അംബസ്, വെള്ളം, ജലം ഉണ്ടായത് അംബസ്. വികൃതിയെ പ്രാപിച്ചതായ തേജസ്സിൽ നിന്ന്, വളരെ മര്യാദയ്ക്ക് കേൾക്കണം, വികൃതിയെ പ്രാപിച്ച തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടു കൂടിയതും ആകാശവായു അഗ്നികളുടെ സംബന്ധം നിമിത്തം അവയുടെ ഗുണങ്ങളായ ശബ്ദസ്പർശരൂപങ്ങളുമായ ജലമുണ്ടായി. ഈ ജലം ഇല്ലെങ്കിൽ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അടുത്ത ശ്ലോകം 29. വിശേഷസ്തു വിഗുർവനാത് അംബസോ ഗന്ധവാനഭൂത് പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാന്യുതാം. വിശേഷസ്തു വിഗുർവനാത് അംബസോ ഗന്ധവാനഭൂത് പരാന്വയാത് രസസ്പർശ ശബ്ദരൂപഗുണാന്യുതാം. വികാരപ്പെട്ടതായ അംബസിൽ നിന്ന്, അതായത് ജലത്തിൽ നിന്ന് ഗന്ധത്തോടു കൂടിയ പ്രത്യേക ദ്രവ്യം, മണ്ണ്, ഭൂമി, പ്രത്യേക ദ്രവ്യം ഉണ്ടായി. പരങ്ങളുടെ സംബന്ധഹേതുവായിട്ട് രസസ്പർശ ശബ്ദ രൂപഗുണ, രസം, സ്പർശം, ശബ്ദം, രൂപം എന്ന ഗുണങ്ങളോട് കൂടിയതായി 5 ഗുണം ഉണ്ടായിരുന്നു ഭൂമിക്ക്. ആകാശത്തിനൊരു ഗുണം, വായുവിന് 2 ഗുണം, അഗ്നിക്ക് 3 ഗുണം, ജലത്തിന് 4 ഗുണം, ഭൂമിക്ക് 5 ഗുണം. അപ്പോൾ വികാരപ്പെട്ടതായ ജലത്തിൽ നിന്ന് ഗന്ധമാകുന്ന ഗുണത്തോടുകൂടി ഭൂമി ഉണ്ടായി. അതിൻ്റെ കാരണമായ ഭൂതങ്ങളുടെ സംബന്ധം നിമിത്തം രസം, സ്പർശം, ശബ്ദം, രൂപം. ഇതാണ് പറഞ്ഞത്. ഇന്ത്യയിൽ വരുന്നവർക്കല്ല, എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ അവർക്കൊക്കെ ഇതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരെ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭാരതത്തിലാണ് ജീവജാലങ്ങൾ ആദ്യം ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താ വേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യരുണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ. ഭാരതത്തിലാണ് എന്തിൻ്റെയും ഏതിൻ്റെയും സ്ഥിരാകേന്ദ്രം, ബുദ്ധികേന്ദ്രം. അതിനെ വിട്ടിട്ട് നിങ്ങൾ ആസ്ട്രേലിയയിലും കനഡയിലും അമേരിക്കയിലും പോയിട്ട് താമസിക്കുന്നത് ഉളുപ്പില്ലായ്മയാണ്. ഭാരതീയ സംസ്കാരം എന്താണെന്ന് അറിയാത്ത ബുദ്ധുക്കളാണ് പോണത്. ഐ ആം സോറി ടു യൂസ് സച്ച് ലാംഗ്വേജ്. ഇനി 30ാമത്തെ ശ്ലോകം.
വൈകാരികാത്മനോ ജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദ അർക്കപ്രചേതോ അശി വന്നി ഇന്ദ്രോവേന്ദ്രമിത്രകാ വൈകാരികാത്മനോ ജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദ അർക്ക പ്രചേതോ അശി വന്നി ഇന്ദ്രോവേന്ദ്രമിത്രകാം. അതായത് സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സ് ജനിച്ചു. സാത്വികാഹങ്കാരജാതമായ അതായത് ദിക്ക്, വാദം, അർക്കൻ, പ്രചേതസ്, അശ്വികൾ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ് എന്ന ദേവന്മാർ 10 പേര് 10 പേരെ ജനിച്ചു. ശ്രദ്ധിച്ചോളൂ ഞാൻ ഭാവാർത്ഥം. സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനുമുണ്ടായി. ദിക്ക്, വായു, സൂര്യൻ, പ്രചേതസ്, അശ്വികൾ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ് എന്ന 10 ദേവതകൾ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചു. ഇവർ 10 ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളിലും വസിക്കണം. ഇവരെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്നറിയുന്നു. ദിഗ്ദേവത ശ്രോത്രത്തിനും വാദം ത്വക്കിനും സൂര്യൻ കണ്ണുകൾക്കും പ്രചേതസ് നാവിനും അശ്വികൾ നാസികയ്ക്കും അധിഷ്ഠാന ദേവതകൾ. വന്നി വാക്കിനും ഇന്ദ്രൻ കൈകൾക്കും ഉപേന്ദ്രൻ പാദങ്ങൾക്കും മിത്രൻ പായുവിനും ബ്രഹ്മാവ് ഉപസ്ഥത്തിനും അധിഷ്ഠാന ദേവതകൾ. ഇവിടെ പായു എന്ന് പറഞ്ഞാൽ വിസർജന ദ്വാരം എന്ന് പറയും. മനസ്സിലായോ? ഇനി 31ാമത്തെ ശ്ലോകം. തൈജസാത്തു വികുർവണാത് ഇന്ദ്രിയാണി ദശാഭവാൻ ജ്ഞാനശക്തി ക്രിയാശക്തിർ ബുദ്ധി പ്രാണസ്തു തൈജസാം. തൈജസാത്തു വികുർവണാത് ഇന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തിർ ബുദ്ധി പ്രാണസ്തു തൈജസു. അടുത്ത ഈ 31ാമത്തെ ശ്ലോകത്തിന് വികാരപ്പെട്ടതായ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ജ്ഞാനമാകുന്ന ശക്തിയോടും ക്രിയയാകുന്ന ശക്തിയോടും കൂടിയവ. ബുദ്ധിയും പ്രാണനും തൈജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണെന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറയണു വികാരപ്പെട്ടതായ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി എന്നാണ്. ആ 10 ഇന്ദ്രിയങ്ങൾ, അവയിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5. ബുദ്ധിയും പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവ. അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണെന്ന് പറയുന്നത്. ഇത് ഏതൊരു മനുഷ്യനെയും അപഗ്രന്ഥിച്ചാൽ, അതായത് ഭാരതീയ തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. അത് ഏത് മാതിരി അലോപ്പതി ആണെങ്കിലും ചത്ത ശരീരം, അതിപ്പോൾ ക്രിസ്ത്യൻ്റെ പഠിച്ചിട്ട് ക്രിസ്ത്യന്മാർക്കും ഹിന്ദുവിൻ്റെ ശവശരീരം പഠിച്ചിട്ട് ഹിന്ദുവിനെ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഒരു ശരീരം, ഒരു ശവശരീരം, അതിനെ കീറി മുറിച്ച് നോക്കിയിട്ടാണ് അലോപ്പതി. എന്നാൽ ഭാരതീയ തത്വശാസ്ത്രത്തിൽ പ്രഥമഗണനീയമായ ആയുർവേദ ശാസ്ത്രത്തിൽ പാദം മുതൽക്ക് കേശം വരെ, കേശം മുതൽക്ക് പാദം വരെ ഒരു ഓപ്പറേഷൻ നടക്കാതെ കണ്ട് ശരീരധർമ്മങ്ങളെ ഓരോ എല്ലാറ്റിനും കൂടി ഒറ്റ വേദന. ഇംഗ്ലീഷിലെ മാതിരി സ്പെഷ്യലൈസേഷൻ ഇല്ല. അപ്പോൾ എത്ര പഠിക്കണം? ആയുസ് ഉള്ളത് വരെ നല്ല ജീവനോട് കൂടിയിരിക്കാനും. അല്ലാണ്ട് ഇന്ദ്രിയങ്ങൾ, അതായത് അവയവദാനം, അവയവ കച്ചവടം ഭാരത ശാസ്ത്രത്തിലില്ല. പിന്നെ ഈശ്വരൻ എന്താ മഹിമ പറയൂ? കാശുണ്ടാക്കുന്ന മെഷീനറീസ്, മരുന്നുണ്ടാക്കുന്നവർ, ദള്ളാൽമാർ,
ഒക്കെ ഇതിന് കൂട്ടുനിൽക്കും. ഞാനൊരു ഭാരതീയ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അവയവദാനത്തിന് കൂട്ടുനിൽക്കണില്ല. അതാണ് എൻ്റെ സത്യം. ഈശ്വരീയതയെ ചോദ്യം ചെയ്യരുത്. ഓരോരുത്തരുടെ കർമ്മഫലങ്ങളും അവരവരനുഭവിക്കാമെന്നല്ലാണ്ട് മനുഷ്യൻ്റെ ശരീരം മുറിച്ച് മാറ്റി ഒരാളെ രക്ഷിക്കാമെന്ന് അതൊരു ശരിയായ രീതിയല്ല. എന്തോ ആവട്ടെ. അപ്പം ഇനി അതിൽ ഒന്നുകൂടി പറയുന്നുണ്ട്. രാജസാഹങ്കാരത്തിൽ ജനിച്ചവയെന്ന് പറഞ്ഞു. ശ്രോത്രം തദ്ഘ്രാണദൃഗ്ജിഹ്വാ വാഗ്ദോർമേന്ദ്രാംഗ്രിപായവാം. ഒരു പ്രമാണം പറയാം. ചെവി, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്നിവ ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കൈകൾ, മേന്ദ്രം, കാലുകൾ, പായു എന്നിവ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു. ഇനി 32-ാമത്തെ ശ്ലോകം. യദ്ദൈതേ അസംഗതാ ഭാവാ ഭൂതേന്ദ്രിയ മനോഗുണാഃ യദായതന നിർമ്മാണേ നശ്യേഗുർബ്രഹ്മവിത്തമാം. യദൈതേ അസംഗതാ ഭാവാ ഭൂതേന്ദ്രിയ മനോഗുണാ യദായതനയ തന നിർമ്മാണേ നശ്യേഗുർബ്രഹ്മവിത്തമാം. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഗുണങ്ങൾ എന്ന ഈ ഭാവങ്ങൾ എപ്പോൾ ചേരാത്തവയായിരുന്നുവോ ഹേ ബ്രഹ്മജ്ഞ, അപ്പോൾ യാതൊന്നിൻ്റെ വാസസ്ഥാനത്തെ നിർമ്മിക്കുന്നതിൽ ശക്തങ്ങളായില്ല. വാസസ്ഥാനത്തെ നിർമ്മിക്കുന്നതിൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഗന്ധം മുതലായ ഭൂതഗുണങ്ങൾ, ഇന്ദ്രിയ ഗുണങ്ങൾ, മനസ്സിൻ്റെ ഗുണങ്ങൾ എന്നീ ഭാവപദാർത്ഥങ്ങൾ എപ്പോൾ ഒന്നോടൊന്ന് യോജിക്കാതെ വിഭിന്നങ്ങളായിരിക്കുന്നുവോ അതിനാൽ ബ്രഹ്മാണ്ഡരൂപമായ ശരീരത്തെ സൃഷ്ടിക്കുവാൻ അവയ്ക്ക് എപ്പോൾ ശക്തിയില്ലാതെ ഭവിച്ചു. തഥാ സംഹത്യ ച അന്യോന്യം ഭഗവത് ശക്തി ചോദിത. ഭഗവത് ശക്തി ചോദിത സദസത്വമുപാദായ ച ഉഭയം സസൃജുർഹൃദ. തഥാ സംഹത്യ ച അന്യോന്യം ഭഗവത് ശക്തി ചോദിതാം സദസത്വമുപാദായ ച ഉഭയം സസൃജുർഹൃദ. അപ്പോൾ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് തമ്മിൽ യോജിച്ചിട്ട് സത്ത് അസത്ത് എന്ന ഭാവത്തെ സ്വീകരിച്ചിട്ട് രണ്ടു വിധത്തിലുള്ള ഇതിനെ സൃഷ്ടിച്ചു. അതിൻ്റെ ഭാവാർത്ഥം. അപ്പോൾ ഹേ നാരദ, ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് ഒന്നോടൊന്ന് യോജിച്ച് സ്ഥൂല സൂക്ഷ്മഭാവത്തെ ഗ്രഹിച്ചിട്ട് സമഷ്ടി ശരീരത്തെയും വെഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു. ആസ് എ ഹോൾ ദർ. ഫൈനൈറ്റ് ഇവിടെ, ഇൻഫിനിറ്റ് അവിടെ. ലിമിറ്റഡ് ഇവിടെ, അൺലിമിറ്റഡ് അവിടെ. ഒരു നിമിഷമുണ്ടോ? 34-ാമത്തെ ശ്ലോകം. വർഷപൂഗ സഹസ്രാന്തേ തദണ്ഡം മുദകേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ ജീവമജീവയത്. വർഷഭൂഗ സഹസ്രാന്തേ തദണ്ഡം മുദകേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ അജീവമജീവയത്. അനേകം വർഷസഹസ്രം കഴിഞ്ഞ ശേഷം ഉദകത്തിൽ ശയിക്കുന്നതായ വെള്ളത്തിൽ ശയിക്കുന്നതായ ആ അണ്ടത്തെ കാലകർമ്മസ്വഭാവസ്ഥിതനായ ജീവൻ അചേതനത്തെ ജീവനുള്ളതാക്കി തീർത്തു. ഈ ശരീരത്തിൽ ജീവനില്ലെങ്കിൽ അത് അചേതനാണ്. അചേതനമായിരിക്കുന്ന ശരീരത്തിൽ ജീവൻ ഇറങ്ങിയാൽ അത് ചേതനായി. എനിബഡി, ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, എവിടെയാണെങ്കിലും ശരി, ഒന്നോടൊന്ന് യോജിച്ചതായ ആ പദാർത്ഥം
അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജലത്തിൽ ശയിക്കുന്നതായ ഒരു അണ്ഡമായി ഭവിച്ചു. കാലകർമ്മ സ്വഭാവത്തെ അധിഷ്ഠാനമായി സ്വീകരിക്കുന്ന പരമാത്മാവ്, കർമ്മ സ്വഭാവത്തെ അധിഷ്ഠാനമായി സ്വീകരിക്കുന്ന പരമാത്മാവ് അചേതനമായ അണ്ഡത്തെ ചേതനവത്താക്കി തീർത്തു. പരമാത്മാവ് അതിൽ വ്യാപിച്ചതുകൊണ്ട് ആ അണ്ഡം ചൈതന്യസഹിതമായി ഭവിച്ചു എന്ന് അർത്ഥം. നിങ്ങളിപ്പോൾ ഇടിവെട്ടി കൂടുതലിരിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്. പ്രൊഫസയോ എത്ര ആൾ സിൻസിയറായിട്ട് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. അതിലെനിക്കൊരുപാട് അനുഭവ സമ്പത്ത് കൂടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. 35-ാമത്തെ ശ്ലോകം നോക്കുക. സ ഏവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗതാം സഹസ്രോർവംഘ്രിബാഹുഅക്ഷാ സഹസ്രാനന ശീർഷവാൻ. സ ഏവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗതാ സഹസ്രോർവംഘ്രിബാഹുഅക്ഷാ സഹസ്രാനന ശീർഷവാൻ. അതെൻ്റെ വാക്കാർത്ഥം. ആ പുരുഷൻ തന്നെ അണ്ഡത്തെ പിളർന്നിട്ട് അതിൽ നിന്ന് പുറപ്പെട്ടു സഹസ്രം ഊരുക്കൾ, തുടകൾ, അംഗ്രികൾ, കയ്യകാല്, അതായത് ഇവിടെ ബാഹുക്കൾ അല്ല, പിന്നെ അംഗ്രികൾ, പാദം, ബാഹുക്കൾ, കൈകൾ, അക്ഷികൾ, കണ്ണുകൾ, ആനനങ്ങൾ, മുഖങ്ങൾ, തല ഉള്ളവർ, അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടുത്ത അർത്ഥത്തിലേ പോളൂ. ആ പരമാത്മാവ് തന്നെ ആ അണ്ഡത്തെ പിളർന്ന് അതിനുള്ളിൽ നിന്ന് 1000 തുടകൾ, പാദങ്ങൾ, കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, ശിരസ്സുകൾ എന്നീ അവയവങ്ങളോടുകൂടിയ പുരുഷനായിട്ട് പുറത്തേക്ക് വന്നു. വേറെ നിന്നു, പുറത്തേക്ക് വന്നു, വരുന്നു. ഇതേ തുടർന്ന് 5-6 അധ്യായങ്ങളിലായി, 5-6 അധ്യായങ്ങളിലായിട്ട്, ഇതിപ്പോൾ 5-ാമത്തെയാണ്, ഒരു ഇവിടുന്ന് 10-11 അധ്യായം വരെ പുരുഷ സൂക്തത്തിൻ്റെ പൂർണ്ണ രൂപം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു സാധാരണ മലയാളി വായിച്ചാൽ പുരുഷ സൂക്തം പഠിച്ച മാതിരി, അപ്പം അതിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവാണ്ടിരിക്കുമോ ജീവിതത്തിൽ? പക്ഷെ ആരും വായിക്കണില്ല, കേൾക്കണമില്ല. സപ്താഹത്തിൽ എവിടെയെങ്കിലും പുരുഷ സൂക്തത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ മക്കളെ? എന്തൊക്കെ പറയാണ്ട്, ഈ ഭാഗമൊക്കെ അങ്ങോട്ട് വായിച്ച് തള്ളും. അങ്ങനെയാണ്. എന്താ വായിക്കണേ? എവിടെ പുരുഷ സൂക്തം ചോദിക്കും, പൗരാണികനോട് ചോദിക്കും, എവിടെ പുരുഷ സൂക്തം ഭാഗവതത്തിൽ? വായിച്ചു നോക്കൂ പറയവർ. എന്തോ ആവട്ടെ. 36-ാമത്തെ ശ്ലോകം. യസ്യേഹ അവയവ വൈർലോകാൻ കൽപ്പയന്തി മനീഷിണ കഡ്യാധിഭിരത സപ്തോർധ്വം ജഗനാധിഭി. യസ്യേഹ അവയവൈർലോകാൻ കൽപ്പയന്തി മനീഷിണ കഡ്യാധിഭിരത സപ്തോർധ്വം ജഗനാധിഭി. വിദ്വാൻമാർ ഇവനിൽ യാതൊരുത്തൻ്റെ കടി മുതലായ അവയവ അംഗങ്ങൾ കൊണ്ട് താഴത്ത് സപ്തലോകാൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, അരയ്ക്കുന്ന് കീഴ്പ്പെട്ട് 7 ലോകം, അരയ്ക്കുന്ന് മേപ്പെട്ട് 7 ലോകം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും 7 ലോകങ്ങളും കൽപ്പിച്ചിരിക്കുന്നു. ജസ്റ്റ് ടു റിമൈൻഡ്, അല്ലാണ്ട് അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്. അവിടെ ഉണ്ട്, അവയവങ്ങൾ ലോകങ്ങളും കൽപ്പിച്ചിരിക്കുന്നു. പാദം എന്ന് പറഞ്ഞാൽ പുറംകാലാണോ അടികാലാണോ എന്ന് ആർക്കറിയാം അല്ലേ? കേൾക്കണവർക്കൊക്കെ ഒന്നാ. പക്ഷെ പുറംകാല് വേറെ, നിര്യാണി വേറെ, പാദം വേറെ. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ വിദ്വാൻമാർ ഈ കാണപ്പെടുന്ന സകലത്തിനും ഈ പുരുഷൻ തന്നെ അധിഷ്ഠാനമെന്നും അവൻ്റെ കടി
മുതലായ അവയവങ്ങൾ താഴെയുള്ള അതലാദികളായ 7 ലോകങ്ങളാണെന്നും ജഗനാദികളായ അവയവങ്ങൾ മുകളിലുള്ള 7 ലോകങ്ങളെന്നും ഉറപ്പിച്ചു പറയുന്നു. ഇത് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് അറ്റ് ആൾ. 37ാമത്തെ ശ്ലോകം. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവാം ഊർവോർവൈശ്യോ ഭഗവതാ പദ്ഭ്യാം ശൂദ്രോ അഭ്യജായതാം. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവാം ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോ അഭ്യജായത. ഇവിടെയാണ് ഈ വർണ്ണ വിശേഷം വരുന്നത്. ഈ പുരുഷൻ്റെ മുഖം ബ്രാഹ്മണൻ, ബാഹുക്കൾ ക്ഷത്രിയൻ, ഭഗവാന്റെ 2 തുടകളിൽ നിന്ന് വൈശ്യൻ, 2 കാലുകളിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു. ഈ പുരുഷൻ്റെ മുഖം ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയൻ ആകുന്നു, തുടകളിൽ നിന്ന് വൈശ്യനും പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു എന്ന് പറഞ്ഞു. 38ാമത്തെ ശ്ലോകം. ഭൂർലോകകൽപ്പിത പദ്ഭ്യാം ഭുവർലോകോ അസ്യ നാഭിത ഹൃദാ സ്വർലോക ഉരസാ മഹർലോകോ മഹാത്മനാം. വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകേ അസ്യ നാഭിത ഹൃദാ സ്വർലോക ഉരസാ മഹർലോകോ മഹാത്മന. പാദങ്ങളിൽ നിന്ന് ഭൂലോകം, മഹാത്മാവായ ഇവൻ്റെ നാഭിയിൽ നിന്ന് ഭുവർലോകവും, ഹൃദയം കൊണ്ട് സ്വർഗലോകവും. അപ്പോൾ സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണോ എന്ന് പറയാം. പക്ഷേ ഹൃദയത്തിലിരിക്കുന്ന ചേതന അതിൽ ലയിക്കലാണ് ക്രമമുക്തി. ധർമാർത്ഥ കാമ മോക്ഷ, ധർമ്മം അർത്ഥം കാമ മോക്ഷം. അപ്പോൾ ഭൂർലോകം നാഭിയിൽ ഭുവർലോകവും, ഹൃദയത്തിൽ സ്വർലോകവും, മാറിടത്തിൽ മഹർലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒക്കെ നമ്മുടെ ശരീരത്തിലാണ്. നത്തിങ് ബിസൈഡ്സ് ദി ബോഡി. ശ്രീഗൃഹിവായാം ജനലോകശ്ച തപോലോകാസ്തനദ്വയാത് മൂർധബി സത്യലോകസ്തു ബ്രഹ്മലോക സനാതന. ഗ്രീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാത് മൂർധബി സത്യലോകസ്തു ബ്രഹ്മലോക സനാതന. കഴുത്തിൽ 2 ഗ്രീവായാം കഴുത്തിലെ 2 സ്ഥലങ്ങളിൽ നിന്ന് മൂർധാകൾ കൊണ്ട്, അത് 2-3 എണ്ണത്തിന് അർത്ഥം പറഞ്ഞു. ഇനി അതിൻ്റെ മുഴുവൻ അർത്ഥം അറിയണമെങ്കിൽ ഭാവാർത്ഥം നോക്കണം. കഴുത്തിൽ ജനർലോകവും, 2 സ്ഥലങ്ങളിൽ തപോലോകവും, ശിരസിൽ വൈകുണ്ഠം. അതാണ് ഉച്ചിയിലാണ് സഹസ്രാര പത്മം. സഹസ്രദളുള്ളൊരു പത്മം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പേരുള്ളതും സനാതനവുമായ സത്യലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തത്കഡ്യാം ച അതലം ക്ലിപ്തമുരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഗാഭ്യാം തു തലാതലം. തത്കഡ്യാം ച അതലം ക്ലപ്തം ഊരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഗാഭ്യാം തു തലാതലം. അവൻ്റെ അരക്കെട്ടിൽ, ആരുടെ? ഈ പുരുഷൻ്റെ അരക്കെട്ടിൽ അതലം, അവൻ്റെ അരക്കെട്ടിൽ അതലം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിഭുവിൻ്റെ 2 തുടകളിൽ നിന്ന് വിതലലോകവും, 2 മുട്ടുകളിൽ നിന്ന് സുതലമെന്ന ലോകവും, 2 കണങ്കാലുകളിൽ നിന്ന് തലാതലമെന്ന ലോകവും ആണെന്നാണ് പറയണത്. ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞില്ല. അപ്പോൾ
സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് അതലവും 2 തുടകളിൽ നിന്ന് വിതലവും 2 മുട്ടുകാലുകളിൽ നിന്ന് മഹാബലി മുതലായ ഭക്തോത്തന്മാരുടെ വാസം നിമിത്തം പരിശുദ്ധമായ സുതലവും 2 കണങ്കാലുകളിൽ നിന്ന് തലാതലവും ഉണ്ടായെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ അർത്ഥസഹിതം മനസ്സിലാക്കി നിങ്ങളൊരു 4-5 പ്രാവശ്യം ഈ ആഖ്യാനം മാത്രം വായിക്കൂ. ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം, ഉത്കൃഷ്ടമായ വ്യതിയാനം ഇല്ലെങ്കിൽ പറയൂ നിങ്ങൾ, ഞാൻ ഈ പുസ്തകം പിന്നെ തൊടില്ല. ഞാൻ അത്രയ്ക്ക് ഗ്യാരണ്ടി പറയണു. ഒരാൾ സിൻസിയറായിട്ട് ഇതിനൊരു 4-5 പ്രാവശ്യം ഈ ആഖ്യാനം മാത്രം വായിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, ഐ ആം സോ എന്താണെന്നാ പറയുക, അഷ്വർ യു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആവട്ടെ നമ്മുടെ പ്രാർത്ഥനയെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.